ഗായ്സ്, ഞാനിപ്പോൾ ദുബായിലെ ഡൗൺ ടൗൺ സ്ട്രീറ്റിൽ ദുബായ് മോളിൻ്റെ സൈഡിൽ ഒരു ഒരു വലിയൊരു ഗ്രീൻ പാർക്ക് ഉണ്ട്. ഈ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഹ്യൂജ് ഏരിയയാണ്. കുറച്ച് നാൾ വരെ ഇതിൻ്റെ റിനോവേഷൻ നടക്കണമായിരുന്നു. ഇപ്പോഴാണത് ഈ അടുത്താണ് അതിപ്പോൾ രണ്ടാമത് ആൾക്കാർക്ക് തുറന്നു കൊടുത്തത്. ഇപ്പം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ദുബായ് മോളൊക്കെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ദുബായ് മോളുടെ സൈഡിൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ആ തിരക്കൊക്കെ ഒഴിവാക്കാൻ വേണ്ടി വാട്ടർ ഡാൻസും എല്ലാം കാണാൻ വേണ്ടി ആൾക്കാർ വന്ന് നിൽക്കുന്ന ഈ ഏരിയയാണ്. അപ്പോൾ ഈ ഏരിയ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇനി ആരെങ്കിലും ഫ്യൂച്ചറിൽ ദുബായിൽ വരുവാണെങ്കിൽ ഈ ഗ്രീൻ പാർക്കിൻ്റെ ഏരിയ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വ്യൂ കിട്ടും ദുബായുടെ ഈ ഡൗൺ ടൗണിലെ ദുബായ് മോളിൻ്റെ ബുർജ് ഖലീഫയുടെയൊക്കെ. അപ്പോൾ ഇവിടുത്തെ സൈഡിൽ എങ്ങനെ വ്യൂ ആണെന്ന് നോക്കാം. ആ പുറകെ ആ ദൂരെ കാണുന്നതാണ് ശരിക്കും ദുബായ് മോൾ എന്ന് പറയുന്നത്. ഉണ്ടല്ലേ, ആ ദുബായ് മോളാണ്. ആ വെള്ളം കാണുന്ന ഏരിയയിലാണ് കംപ്ലീറ്റ് വാട്ടർ ഡാൻസും വാട്ടർ ഫൗണ്ടൈനൊക്കെ. അതെല്ലാ അരമണിക്കൂറിലും എനിക്ക് തോന്നണം 6:30 മണി തുടങ്ങി രാത്രി 10:30-11 മണി വരെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എല്ലാ അരമണിക്കൂറിലും പല പല മ്യൂസിക് ഇട്ടാൽ മ്യൂസിക്കിനനുസരിച്ച് വെള്ളം ഡാൻസ് ആവും. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കുറച്ച് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ദുബായിയുടെ ഏറ്റവും അഭിമാനമായിട്ടുള്ള ബുർജ് ഖലീഫ സ്ഥിതി ചെയ്യുന്നത്. അതിന് തൊട്ട് സൈഡിലായിട്ട് UAEയുടെ ഫ്ലാഗ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയാണ്. കാറ്റ് ഇതിങ്ങനെ ആ കൊടി ഇങ്ങനെ പാറിപ്പറക്കുമ്പോൾ ഒരു ഇതാണ്. അതിൻ്റെ താഴെ ഒരു മോഡൽ ഒരു കൈയുടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ എല്ലാം ടിൻ ടവറും ആ കാണുന്ന ഗ്രീൻ കളറുള്ള ബിൽഡിങ്ങാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദുബായിയുടെ ഒപ്പേര ഹൗസ് എന്ന് പറയുന്നത്. ഇതിന് ചുറ്റും എന്ന് പറയുന്നത് എല്ലാം വലിയ വലിയ ഹൈ റൈസ് ബിൽഡിങ്ങാണ്. അപ്പം അതിന് ഇതായിട്ട് എല്ലാ ഏരിയയിലും വാട്ടർ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഇതിലൂടെയൊക്കെ ഒരു ബോട്ടിൻ്റെ സർവീസ് ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ വാട്ടർ ഡാൻസ് വരുമ്പോഴും അല്ലെങ്കിൽ ദുബായ് മോളിൽ വരുമ്പോൾ അതിൻ്റെ ഓരോരോ കാഴ്ചകൾ ആ ബോട്ടിലിരുന്ന് കാണാൻ പറ്റും. അപ്പോൾ തിരക്കൊന്നും കൂടാതെ ആ ബോട്ടിൽ യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഈ ഏരിയ കംപ്ലീറ്റ് ഇങ്ങനെ ബോട്ടിലേക്ക് ഇറങ്ങുക ഉണ്ടല്ലേ. അപ്പോൾ അതിന് ചുറ്റും ഒരുപാട് വലിയ ബിൽഡിങ്ങുകളുടെ നടുക്കാണ് ഈ ഗ്രീൻ ഏരിയ. അപ്പോൾ വൈകിട്ടൊക്കെ ആൾക്കാർ വരുമ്പോൾ ഒരു അടിപൊളി ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ജോഗിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ നടക്കാനും ഓടാനൊക്കെ വരുവാണെങ്കിൽ ഈ ഏരിയ കൂടി വന്ന് നടന്നാൽ ഒരു നല്ല ഒരു ഇതായിരിക്കും. മനസ്സിന് നല്ല ഒരു വേറൊരു ലെവലാണ് ഇവിടുത്തെ വൈബ് എന്ന് പറയുന്നത്. ഓക്കെ ഗായ്സ്, അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ഓരോ ഏരിയയിലോട്ട് പോകാം. ശരി, ഞാനപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഞാൻ ഏതൊക്കെ ഏരിയയിൽ പോകുന്നുണ്ട്. ആ ഏരിയ കവർ ചെയ്യലാണ് നമ്മുടെ ഉദ്ദേശം. കാര്യം ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി അല്ല എല്ലാ ഏരിയയും കവർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇന്ന് ഞാനിവിടെ നടക്കാൻ വേണ്ടി വന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അത്